നമസ്കാരം. മലയാള സിനിമയിൽ നിന്നുള്ള ചീഞ്ഞളിഞ്ഞ് നാറിയ കഥകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ട് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ MLA ആയ മുകേഷിന്റെ പേരും ചിത്രത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. വിഗ്രഹങ്ങളെല്ലാം വീണുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ വലിയ സൂപ്പർ താരങ്ങൾ, താരപരിവേഷം ചാർത്തി നിൽക്കുന്നവരൊക്കെ അധികം വൈകാതെ തന്നെ വീണുകൊണ്ടിരിക്കും. ഇവരെയൊക്കെ ഇക്കാലം അത്രയും സംരക്ഷിച്ചത്, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം സംരക്ഷിക്കുകയും അതിലെ പ്രസക്ത ഭാഗങ്ങൾ മാറ്റിവെക്കുകയും ചെയ്തത് ഈ സർക്കാർ തന്നെയാണ്. CPM-ന് ഇതിനകത്തൊരു വലിയ ബന്ധമില്ലേ എന്നുള്ളതാണ് അറിയേണ്ടത്. ശ്രീ ഷാജഹാൻ, സർക്കാരിന് ഇക്കാര്യത്തിനകത്ത് വലിയൊരു ബന്ധം തന്നെ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ്. ഈ മുകേഷും ഗണേഷും ഒക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ മന്ത്രിസഭയെ തന്നെ ഉലയ്ക്കുന്ന ഒന്നായി മാറില്ലേ എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട, ഇത് CPM-ന്റെ ഒരു ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പറഞ്ഞ പോലെ റീച്ച്ലീസ് ഹീൽ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമായിട്ട് CPM-ന്റെ കഴുത്തിൽ ഇങ്ങനെ കുരുക്കിട്ടിരിക്കുന്ന ഒരു കടൽ കിഴവന്റെ ഒരു നിലയിലേക്ക് ഈ സംഭവ വികാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ റിപ്പോർട്ട് തന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഒരു കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചിടം മുതൽ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ഈ കമ്മിറ്റി എങ്ങനെയാണ് നിയമിക്കുക? ഇപ്പൊ ഈ കമ്മിറ്റി ഇങ്ങനെ നിയമിച്ചു, ഈ കമ്മിറ്റി ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായിട്ട് നിയമിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെയിൻ നേടിക്കുന്നതൊക്കെ കണ്ടു പിണറായി വിജയനൊക്കെ. യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റി എങ്ങനെയാണ് നിയമിക്കപ്പെട്ടത്? ഈ കമ്മിറ്റി സ്വമേധയാ തങ്ങൾക്ക് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് പിണറായി സർക്കാർ നിയമിച്ചതാണോ ഈ കമ്മിറ്റി? ഒന്നുമല്ല. 2017 ഒരു നടി അതിഭീകരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാവുകയും അതിനെ തുടർന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം, എതിർപ്പും ഒക്കെ ഉയർന്നു വരികയൊക്കെ ചെയ്തു. അത് ഉയർന്നു വന്നതിനെ തുടർന്ന് അന്ന് സിനിമാ മേഖലയിലെ കുറച്ച് നടിമാരെല്ലാം കൂടെ ചേർന്നിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മ സർക്കാരിനോട് ഇങ്ങനൊരു സമിതിയെ വെക്കണം എന്ന് പറഞ്ഞ് ഗത്യന്തരമില്ലാതെയാണ് CPM സർക്കാർ ഈ കമ്മിറ്റിയെ വെച്ചിട്ടുള്ളത്. മനസ്സിലായി? അപ്പൊ ഗത്യന്തരമില്ലാതെ ഒരു കമ്മിറ്റി വെച്ചിട്ട് ഇപ്പൊ കിടന്നിട്ട് പറയാണ്, അർത്ഥമില്ല, പുച്ഛിച്ച് തള്ളിയുള്ള ആൾ. അതുപോലെ ഒന്ന്. പക്ഷെ കമ്മിറ്റിയെ വെച്ചപ്പോൾ ഇങ്ങനെ ഒരു ഹേമ എന്ന് പറഞ്ഞ സ്ത്രീ ഒരു മുൻ ജഡ്ജിനെ വെച്ചിട്ട് നേതൃത്വത്തിൽ ഇത് വെച്ചു. ഇപ്പം അങ്ങനെ ഒരു ജഡ്ജിനെ വെച്ചതും വലിയ മെയിൻ നടിക്കുന്നു ഒന്നുമല്ല. കാരണം ഒരാളും ഈ സിനിമാ മേഖലയ്ക്കെതിരായിട്ടൊന്നും പറയില്ല എന്ന് സർക്കാരിന് അറിയാം. അതുകൊണ്ട് ഹേമയെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ അതും മെയിൻ നടിക്കുന്നതിൽ അർത്ഥമില്ല. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, 2017 ഇത് വെച്ചു, 2019 ഇവര് റിപ്പോർട്ട് കൊടുത്തു. എന്തെങ്കിലും ആത്മാർത്ഥത സർക്കാരിന് ഈ വിഷയത്തിൽ, ആത്മാർത്ഥതയുടെ ഒരു കണികയെങ്കിലും സർക്കാരിനുണ്ടായിരുന്നുവെങ്കിൽ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരികയും അതിന്മേൽ തുടർ നടപടികൾ എടുക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ സർക്കാർ എന്താ പറയുന്നത്? ഇനി ശുപാർശ നടപ്പിലാക്കുന്നു. ഞങ്ങൾക്ക് ശുപാർശ നടപ്പിലാക്കലല്ല വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത്, ഇതിൽ ഒരുപാട് ഇരകൾ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴികളെല്ലാം തന്നെ കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. 354 എന്ന് പറഞ്ഞ വകുപ്പുണ്ട്. സ്ത്രീകളുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള വകുപ്പുണ്ട്. പോക്സോ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഒരുപാട് മൊഴികളുണ്ട്. 62 സ്ത്രീകൾ മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡോക്യുമെന്റും മറ്റേ പെൻഡ്രൈവും വാട്സാപ്പും ഇതെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഈ സർക്കാർ ഈ ഹേമ കമ്മിറ്റിയുടെ ശുപാർശ നടപ്പിലാക്കുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾക്ക് വേണ്ടത് ഇതിൽ നടപടിയാണ്, കേസെടുക്കലാണ്. അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ട് 5 വർഷം പൂർത്തിവെച്ചതിൽ നിന്ന് തന്നെ ഇതിൽ ഭാഗഭാക്കാണ് സർക്കാർ എന്നുള്ളത്. ഇതിൽ കക്ഷിയാണ്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെയും കൂടെ കേസ് കൊടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കാരണം ഇത് 5 വർഷം ഇത് പൂർത്തിവെച്ചത് തന്നെ ഒരു ഒഫൻസാണ്. കാരണം ഒരുപാട് ഒഫൻസുകൾ നടന്നു എന്നുള്ള തെളിവുകൾ 5 വർഷമായി പൂർത്തി വെക്കുന്നു എന്ന് പറയുന്നത് തന്നെ അബറ്റ്മെന്റ് ആണ്. അതായത് ഒഫൻസിന് കൂട്ടുനിന്ന് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പൂർത്തി വെച്ചു.
പൂഴ്ത്തിവെച്ചിട്ട് എന്ത് ചെയ്തു? അത് പുറത്തു വന്നത് എങ്ങനെയാണ്? കോടതി ഇടപെടൽ കൊണ്ടാണ് പുറത്തു വന്നത്. കോടതി ഇടപെടലിലുള്ള സമയങ്ങളിലെല്ലാം തന്നെ സർക്കാരിന്റെ വാദം എന്താണ്? അത് കോടതി പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം, കോടതി പറഞ്ഞാൽ ഞങ്ങൾ, ഒക്കെ അസംബന്ധമാണ് ഇവർ പറയുന്നത്. കാരണം ഇതിനകത്ത് പിന്നെ നടപടിയെടുക്കാൻ ആരുടെ ആവശ്യമില്ല. മൊഴിയുണ്ടോ? നിങ്ങൾക്ക് നടപടി എടുക്കുക. അപ്പൊ 0 FIR എന്ന് പറഞ്ഞിട്ട് പുതിയ ഈ IPCയുടെ പുതിയ ഇതിനകത്തോ CRPCക്കകത്തോ വന്നിട്ടുണ്ടെന്നാണ്. എവിടെ കുറ്റം നടന്നിട്ടുണ്ടോ കേസെടുക്കാം. പിന്നെ ഇത് മതി, അത് മൊഴി മതി എന്ന് മാത്രമല്ല, സർക്കാരല്ലേ പിന്നെ സ്റ്റേറ്റല്ലേ പ്രോസിക്യൂഷൻ, അവരല്ലേ എടുക്കേണ്ടത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഞങ്ങൾ പിന്നെ മൊഴി തന്നാൽ എടുക്കാം, ഒന്നുമില്ല. അപ്പോ ഇതിനകത്ത് കക്ഷിയാണ് സർക്കാർ. എങ്ങനെയാണ് സർക്കാർ കക്ഷിയാവുന്നത്? ഒന്ന്, CPMന്റെ തന്നെ TV ചാനലിന്റെ ചെയർമാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് മമ്മൂട്ടി. 24 വർഷമായിട്ട് അതിനകത്ത് ഇരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും അയാളുടെ സ്വാധീനം ഇതിനകത്ത് പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട്. ഇപ്പൊ തിലകനെയും വിനയനെയും സിനിമാ രംഗത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിന് ഇയാൾ ഇടപെട്ടു എന്നുള്ളത് സംബന്ധിച്ചിട്ട് മൊഴിയുണ്ട്. PA ഹാരിസ് എന്ന് പറഞ്ഞ മൊഴിയുണ്ട്. കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധിന്യായത്തിനകത്ത് മൊഴിയിൽ പറയുന്നുണ്ട്. ആ മൊഴി എന്താ പറയുന്നറിയോ? ഈ PA ഹാരിസ് ആണെന്ന് തോന്നുന്നു പിന്നെ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു. ആ സിനിമ സംവിധാനം ചെയ്യാനായിട്ട് വിനയന് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. അപ്പം ഇയാളുടെ പിന്നെ ഫിനാൻസിയർ എന്ന് പറഞ്ഞാൽ ഗൾഫിലെ കണ്ടുള്ള ജാക്സൺ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അയാൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അനിയൻ PC ജോർജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ AMMയിൽ അംഗമാണ്. അപ്പോൾ അയാളെ മമ്മൂട്ടിയും ജോഷിയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ വിനയനെ കൊണ്ട് നിങ്ങൾ സിനിമ സംവിധാനം ചെയ്യിപ്പിക്കാനാണെങ്കിൽ പറ്റത്തില്ല, അതുകൊണ്ട് വിനയനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ആ കാര്യം ജാക്സൺ PA ഹാരിസിനോട് പറഞ്ഞു. ഹാരിസ് അതിൻ്റെ പേരിൽ വിനയനെ ഒഴിവാക്കി. ഈ ഫോൺ വിളിച്ചത് മമ്മൂട്ടിയാണെന്ന് PA ഹാരിസ് കൊടുത്ത മൊഴി കോമ്പറ്റീഷൻ കമ്മീഷന്റെ 2015 വിധിന്യായത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിടക്കുകയാണ്. മനസ്സിലായി? അപ്പൊ അന്ന് മുതൽ തന്നെ ഈ സിനിമയിലെ മാഫിയയിലെ ഒരു ഭാഗമാണ് മമ്മൂട്ടി. 2, വിനയൻ ആരംഭിച്ച മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന 2005 ശേഷം അവർ കൊണ്ടുവന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ വിനയനെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യണം, അത് ഞാൻ പറയാം. ഒന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനയനാണ് ആദ്യം പറഞ്ഞത് എഗ്രിമെന്റ് വേണം, നിർമ്മാതാക്കളും നടന്മാരുമായിട്ടൊരു എഗ്രിമെന്റ് വേണം. അതിനെ എതിർത്തു. അതിനെ എതിർക്കുന്നതിന് മുന്നിൽ നിന്ന് മമ്മൂട്ടി മോഹൻലാൽ വരുന്നു. മോഹൻലാൽ എറണാകുളത്ത് ഹോട്ടലിൽ വിനയനെ വിളിച്ചിട്ട് ഇത് പ്രാവർത്തികമാക്കരുത്. പക്ഷെ അതിനൊരു പ്രാവർത്തികമാക്കേണ്ടി വന്നു. പക്ഷെ ഒരുപാട് വെള്ളം ചേർത്ത് പ്രാവർത്തികമാക്കി, പക്ഷെ അതിനകത്ത് ഒരുപാട് വെള്ളം ചേർത്ത് നശിപ്പിച്ചു. 2, വിനയൻ എന്നൊരു മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കി. അതിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ ഫെഫ്കയ്ക്ക് സമാനമായി ഒരു തൊഴിലാളി വർഗ ട്രേഡ് യൂണിയൻ അയാൾ ഉണ്ടാക്കി. അത് പൊളിക്കുന്നതിന് വേണ്ടി CPM നേതാക്കന്മാരുടെ കൂടെ നിന്ന് അഹോരാത്രം പണിയെടുത്ത ആള് മമ്മൂട്ടിയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കൂടുതൽ ഞാൻ പറയുന്നില്ല. പിണറായി വിജയൻ പറഞ്ഞു മമ്മൂട്ടി പറയുന്നതിനപ്പുറത്ത് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. ആരോടാണെന്നോ എന്നാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സിനിമാ മേഖലയിലെ തൊഴിലാളികളുടെ ഒരു സംഘടന പിന്നെ CIT-നുണ്ടായിരുന്നു, അത് പിരിച്ചുവിടുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായും പിന്നെ CPM-ന് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള റോളുണ്ട്, ഡയറക്റ്റ് റോൾ. ഇനി ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞു ഫെബ്രുവരി 2020 ഫെബ്രുവരി 19-ാം തീയതി പിന്നെ എന്താണ് ഇവരുടെ പേരെന്താണ്, ഹേമ ഒരു കത്ത് തന്നു. ആ കത്തിനകത്ത് ഹേമ ഇത് പുറത്തു വിടരുത് എന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞിരുന്നത് കൊണ്ട് കൂടിയാണ് ഞങ്ങൾ പുറത്തു വിടാതിരുന്നത് എന്ന് പിന്നെ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ പൊട്ടത്തെറ്റായിരുന്നു. അവര് പറഞ്ഞത് ഇത് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇത് പൊതുമണ്ഡലത്തിൽ ഇട്ട് ചർച്ചയാക്കി പ്രശ്നമാക്കരുത് എന്നാണ് അവർ പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു പിന്നെ വാർത്ത ഉണ്ടായിരുന്നു, തപ്പി കണ്ടുപിടിക്കുകയാണെങ്കിൽ എനിക്കത് വായിക്കാൻ തന്നെ പറ്റുമായിരുന്നു. ഞാനത് വായിച്ചത്. അവരുടെ കത്ത് പിന്നെ ഒരു ചാനലിൽ പുറത്തു വന്നിട്ടുണ്ട്. ആ കത്തിനകത്ത് അവർ പറയുന്നത് എന്താണെന്നറിയാം? ആ കത്ത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി
പിന്നെ 19 മറ്റോ കൊടുത്ത കത്താണ്. ആ കത്തിൽ അവർ വളരെ കൃത്യമായി പിന്നെ പറയുന്നുണ്ട്, ഇത് പുറത്ത് കൊണ്ടുവന്ന് വലിയ ചർച്ചയാക്കരുത്. ഇതാണ് അവർ പറയുന്നത്. മനസ്സിലായി? അത് പറയുന്നതിൽ തെറ്റില്ല, അത് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നിയമ നടപടി സ്വീകരിക്കരുത്, കേസെടുക്കരുത് ഒന്നും അവർ പറയുന്നില്ല. മനസ്സിലായി? പിന്നെ ഇപ്പൊ സ്വകാര്യത എന്ന് പിണറായി വിജയൻ, എന്താണ് ഈ സ്വകാര്യത എന്ന് പറഞ്ഞ് പറയുന്നത്? ഇത് പീഡനവുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളാണ്. ഇത് പരസ്യങ്ങളാക്കണ്ട. നിങ്ങൾ ഈ റിപ്പോർട്ട് പുറത്ത് വന്നില്ല എന്ന് തന്നെ പോട്ടെ. പുറത്ത് വന്നില്ലെങ്കിൽ പോലും, പുറത്ത് വരാതെ ആണെങ്കിൽ പോലും ഇതിന്മേൽ നടപടി ഇതായിട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്. സ്വകാര്യത എന്ന് പറഞ്ഞാൽ എന്താണ് സ്വകാര്യത? ഇപ്പൊ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു മൊഴി പിണറായി സർക്കാരിന്റെ കീഴിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിണറായി സർക്കാർ പറയാണ് അത് KM ഷാജാന്റെ സ്വകാര്യതയെ ബന്ധപ്പെട്ട വിഷയമാണ്, അതുകൊണ്ട് പുറത്തു പറയാൻ പറഞ്ഞത്. അസംബന്ധമല്ലേ? ഞാൻ പീഡകനല്ലേ? ഞാൻ ഒരാളെ പീഡിപ്പിച്ചിരിക്കുകയല്ലേ? സ്വാഭാവികമായും അത് പിന്നെ ഒഫൻസ് അല്ലേ? അത് കോഗ്നിസിബിൾ ഒഫൻസ് അല്ലേ? അപ്പൊ അതിന്മേൽ നടപടി എടുക്കരുത്. അപ്പം സംസ്ഥാന സർക്കാർ പറയുന്ന ഓരോ കാര്യങ്ങളും തെറ്റാണെന്ന് പറയാൻ കാരണം ഇവര് ഈ സിനിമാ രംഗത്തെ മാഫിയകളുടെ താല്പര്യങ്ങളാണ് ഇവർ സംരക്ഷിക്കുന്നത്. രഞ്ജിത്തിന്റെ കാര്യം വിജയനാഥ് സൂചിപ്പിച്ചു. രഞ്ജിത്തിനെ അവസാനം വരെ ചിറകിനടിയിൽ സൂക്ഷിച്ചു എന്ന് മാത്രമല്ല, രഞ്ജിത്ത് ഏറ്റവും വലിയ കലാകാരന്മാരിൽ ഒരാളാണ്, ഏറ്റവും വലിയ ആഭാസൻ, ഏറ്റവും വലിയ മദ്യപാനി, ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ ആയിട്ടുള്ള ഒരാളെ അവസാനം വരെ താങ്ങി നിർത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും തെരഞ്ഞെടുപ്പിൽ വരെ രംഗത്തിറക്കാൻ തീർച്ചപ്പെടുത്തിയതല്ലേ? തെരഞ്ഞെടുപ്പ് നിർത്താനെന്ന് മാത്രമല്ല, 2016 ഇടതുപക്ഷത്തിന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയത് അല്ല, മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തത് ഇയാളായിരുന്നു. യഥാർത്ഥത്തിൽ സ്ത്രീ പീഡനം സംബന്ധിച്ചൊരു ആരോപണം കിട്ടിക്കഴിഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാർ അപ്പൊ തന്നെ മുഖ്യമന്ത്രി അയാളുടെ ഓഫീസിലേക്ക് അല്ലെ സെക്രട്ടറി അയാളുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് രാജീവ് ഒഴിത്തരുക എന്ന് പറയലേ വേണ്ടത്. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഈ ആരോപണം വന്ന് 36 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാള് തന്നെത്താനെ രാജിവെച്ച് പോവുകയാണ്. അതിഭീകരമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്ന്. അപ്പൊ ആരുടെ കൂടെയാണ് സർക്കാർ എന്നുള്ളത് കൃത്യമല്ലേ? എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ടും ഉളുപ്പോ ലജ്ജയോ നാണമോ ഇല്ലാതെ പറയുകയാണ് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പം, ഞങ്ങൾ സ്ത്രീ സുരക്ഷ. 1 2 പിന്നെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ടിരിക്കുന്ന ഒരുത്തൻ ഏറ്റവും വലിയ ആഭാസനും സ്ത്രീ പീഡകനും കേരള രാഷ്ട്രീയത്തിലെ മാലിന്യമല്ലേ? ആലോചിച്ചു. എന്താ ചെയ്തത്? ഭാര്യയെ അടിച്ച് അവരുടെ കൈകാൽ കുടിക്കുന്ന നിലയിലാക്കി. എന്നിട്ട് സ്വയമേ മുഖത്തടിച്ച് പരിക്കുണ്ടാക്കി. എന്നിട്ട് ഭാര്യ അടിച്ചാണെന്ന് പറഞ്ഞുകൊണ്ടു കേസ് കൊടുത്തവനല്ലേ? അവനെ കുറിച്ച് പറയുന്ന കഥകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക് പിന്നെ നാക്ക് എത്ര പഠിച്ചാലും നമുക്ക് ഇതാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം. അത്രയ്ക്ക് ഒരു സെക്ഷൽ പെർവേർട്ടായിട്ട് എന്നുള്ള ആരോപണമല്ലേ സിനിമാ രംഗത്ത് ഉയർന്നവനെ കുറിച്ച് കേൾക്കുന്നത്. അവനെ കുറിച്ച് പിന്നെ സോളാർ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? അവൻ സോളാർ പരാതിക്കാരി അവൻ ഗർഭിണിയാക്കിയെന്നും, സോളാർ പരാതിക്കാരി സ്ഥിരമായി അവനെ വീട്ടിൽ വന്ന് കാണാറുണ്ടായിരുന്നെന്നും, ഗർഭം അലസിപ്പിക്കാൻ ഇവന്റെ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കില്ല വിജയത്. അവനാണ് മന്ത്രി. മന്ത്രി. അതെ. രണ്ടാമത്തെ ആള് ഇവൻ അതിനേക്കാൾ വലിയ ആഭാസമല്ലേ? അവനെ പോലെ മണ്ഡലത്തിലുള്ള വോട്ടർമാർ പോലും എന്തെങ്കിലും കാര്യത്തിന് ഫോണിൽ വിളിക്കുമ്പോഴും വളരെ മോശമായ രീതിയിലുള്ള വാക്കുകളാണ് കേൾക്കുന്നുണ്ട്. അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവൻ MLA ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു 4ാം തരം പരിപാടിയിൽ വന്നിരുന്നു. 4ാം തരം വൃത്തികെട്ട കമന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എന്ത് ചെയ്യാൻ പറ്റും? പിണറായിയുടെ ഭാഷയിൽ തന്നെ എന്ന് വിജയനാഥ് പറഞ്ഞു. അവനാണ് അതിനകത്ത്. അവന്റെ ഭാര്യയായിരുന്ന സരിതയോട് ചെയ്തത് എന്താണ്? സരിതയോട് അവൻ ചെയ്തത് സരിത ഒന്ന് പറഞ്ഞിട്ടില്ലേ? പരസ്യമായി പറഞ്ഞിട്ടില്ലേ? ഇപ്പത് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പൊ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ, ഒരു സ്ത്രീ അവനെതിരെ പരാതി പറഞ്ഞിരിക്കുന്നത്. എന്താ പരാതി? ഞാൻ കേട്ടെടുത്തോളം അവരെ പലതവണ മുറിയിലേക്ക് വിളിച്ചു. കോടീശ്വരൻ എന്ന് പറഞ്ഞ എന്തൊരു പരിപാടിയിൽ അവരെ പലതവണ മുറിയിലേക്ക് വിളിച്ചു. അവർ വരാതിരുന്നിട്ട് അവരുടെ മുറിക്കടുത്ത് മുറി കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. അവസാനം അതിന്റെ ഡയറക്ടറെ മറ്റൊരു ഏർപ്പെടുത്തി. ഇത് തന്നെ മോഹൻലാലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമകളിലെല്ലാം നായികമാരുടെ സൈഡിൽ തന്നെ മോഹൻലാലിന് മുറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട്
ഈ CPM എന്ന് പറഞ്ഞ ഗവൺമെന്റ് കൂട്ടുപ്രതിയാണ് ഇതിനകത്ത്, കൂട്ടുപ്രതിയാണ്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ പാർട്ടി ചാനലിന്റെ ചെയർമാനാണ് 24 വർഷമായിട്ട് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മമ്മൂട്ടി. എനിക്ക് സംശയമുണ്ട്, പല നേതാക്കന്മാരും ഒക്കെ ഇതിന്റെ പങ്ക് പറ്റുന്നുണ്ടോ? അല്ല, അതൊക്കെ സ്വാഭാവികമാണല്ലോ. കാരണം ഒരു ഇടതുപക്ഷ സ്ത്രീപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിന് ഇതുപോലെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കണ്ണിച്ചമായിട്ടുള്ള നടപടികൾ എടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ഞാനിവിടെ സത്യം പറഞ്ഞാൽ VS-നെ കുറിച്ച് ഞാൻ ഓർക്കുക, ഒരിക്കലും ഞാൻ പറയട്ടെ, VS മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇതുപോലത്തെ സമീപനമായിരുന്നിരിക്കില്ല. വളരെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ നടപടിയായിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല്, സ്ത്രീ പീഡകരുടെ ഒപ്പം നിന്ന് അവരുടെ സ്വകാര്യതയും അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുകയും അതേസമയം സ്ത്രീ ഇരകൾക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സമീപനം. എനിക്ക് സംശയമുണ്ട്. ഇനിയിപ്പോൾ ഈ ബംഗാളി നടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചല്ലോ, അതിന് ഇപ്പൊ CPM പഠിക്കുമായിരിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് രഞ്ജിത്തിന്റെ നിന്നുണ്ടായത് അത്ര തീവ്രമായ പീഡനമല്ല എന്നുള്ള അതിനൊന്നും സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, 6 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം, ഇപ്പം ഭരണഘടന കുന്തവും കുടച്ചക്രം എന്ന് പറഞ്ഞവനാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹമാണ് പറയുന്നത് രഞ്ജിത്ത് പ്രതിഭാശാലിയാണ് ആണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അയാൾക്ക് തിരിച്ചു വരാമെങ്കിൽ രഞ്ജിത്തിനും തിരിച്ചു വരാം, സുഖമായിട്ട് തിരിച്ചു വരാം. അതങ്ങനെയാണല്ലോ. അത് അന്നേരല്ലാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കാണേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാല്, ഇതിനെ ഒന്നും എതിർക്കാൻ ഒരു ശക്തി ഇവിടെ ഇല്ല. കോൺഗ്രസ് ഒന്നും സാധനം ഇവിടെ ഇല്ല. മോഹൻലാൽ വന്നുകൂടി BJP-ക്കാരും പിരിഞ്ഞങ്ങ് പോയി. കാരണം മോഹൻലാൽ അവരുടെ ആളാണല്ലോ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കണ്ടു സഹിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് മോഹൻലാലിന്റെ പേരിലൊക്കെ ആരോപണം നേരിട്ടല്ലേ, ലെഫ്റ്റനന്റ് കേണൽ അല്ലേ? അതെ. മോഹൻലാലിനെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ ആർമിയെ അപകീർത്തിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് ഉള്ള കേസ് വരും. ആരെങ്കിലും ഒക്കെ പിടിച്ച് അകത്തിടുകയും ചെയ്യും. നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാനുള്ളത്, മോഹൻലാലിനെതിരെ എന്തോ 1-2 വാക്ക് എന്തോ ഒരു അശ്ലീലം പറഞ്ഞൊരു പാവപ്പെട്ടവൻ, ഒരു ചെകുത്താൻ, അവനെതിരെ കേസെടുത്തിട്ടാണ് ഈ സിനിമാ നടന്മാർ ഇത്രയും കൂടുതൽ സ്ത്രീകളെ പീഡിപ്പിച്ചെന്നുള്ള സംബന്ധിച്ച് ഇത്രയും സാധനങ്ങൾ വന്നിട്ടും അനക്കമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശരിക്കും ഭരണഘടനയും സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഒന്നും കൂടിയില്ല. 950-ൽ ഉണ്ടാക്കിയ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ 14 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്, ആർട്ടിക്കിൾ 14. നിയമത്തിന്റെ മുന്നിൽ അംബാനിയും ഞാനും, നിയമത്തിന്റെ മുന്നിൽ മോഹൻലാലും ഞാനും എല്ലാം ഒരുപോലാണെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഫലത്തിൽ മോഹൻലാലിനൊരു നിയമം, ചെകുത്താന് വേറൊരു നിയമം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ.